ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തെളിവുകളുടെ കൂമ്പാരമാണ് വിജിലൻസ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പോറ്റിക്കായി ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയ 9 പേർ, പോറ്റിയുടെ സഹായിയായി ഒരു കൽപേഷ്, പുതിയ പേരുകൾ, പുതിയ തെളിവുകൾ. അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളിയെന്ന് ആദ്യം പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് സ്മാർട്ടായി കളവ് പറഞ്ഞതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദേവസ്വം വിജിലൻസിനോട് എത്തിച്ച സ്വർണ്ണപ്പാളിയെക്കുറിച്ചും അത് അലിയിച്ചെടുത്തതിനെക്കുറിച്ചും, സ്വർണ്ണക്കട്ടികളാക്കി പോറ്റിയുടെ സഹായി കൽപേഷിന് കൈമാറിയതിനെക്കുറിച്ചും, തങ്ങളുടെ പങ്കെടുത്തതിനെക്കുറിച്ചും സ്വർണ്ണത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ വീഴ്ച വ്യക്തമായി പറയുന്ന കോടതി ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷി ചേർത്ത് കേസെടുക്കാനും 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനുമാണ് SITക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളയിൽ പേരുകൾ പലതായി പുറത്തുവരുമ്പോൾ പോറ്റിയുടെ പങ്കാളികളാര് എന്നതാണ് ചോദ്യം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിലെത്തും. ഡോക്ടർ PK ഗോപൻ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP പ്രതിനിധി, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ, മഹേഷ് പണിക്കർ ശില്പി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ഞാൻ ശബരിമലയുമായി നേരിട്ട് ബന്ധമുള്ള മഹേഷിലേക്ക് ആദ്യം പോവുകയാണ്. മഹേഷ്, ഇപ്പോൾ കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി എത്തിയിരിക്കുന്ന അനുമാനങ്ങൾ പുറത്തു വരുമ്പോൾ പല പുതിയ പേരുകളും പുറത്തു വരികയാണ്. അതിൽ ഒരു പോറ്റിയെ സഹായിച്ച ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനും മാത്രമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 9 ഉദ്യോഗസ്ഥരാണ്, 9 പേരാണ് ആ മഹസറിൽ ഒപ്പിട്ടത് എന്നുള്ള വിവരം വരികയാണ്. അതോടൊപ്പം കൽപേഷ് എന്നൊരു പുതിയ പേര് കൂടി എത്തുന്നു, തന്ത്രിയുടെ സഹായി. ഈ കൽപേഷിനെ കുറിച്ച് മഹേഷ് പണിക്കർക്ക് വല്ല വിവരമുണ്ടോ? ഇല്ല, ഒരു ഇല്ല. ഈ പേരുകളൊക്കെ നമ്മുടെ ഇതിനകത്ത് പുതിയതാണ്. കാര്യം ഒരുപാട് അവതാരങ്ങളുണ്ടല്ലോ, ഈ മഹാവിഷ്ണുവിന്റെ അവതാരം പോലെ, ദശാവതാരമല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആ നിരീക്ഷണം വളരെ വളരെ പ്രസക്തമാണ്. അയ്യപ്പൻ കണ്ണു തുറന്നിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്, ഇത്രയും പുറത്തു കൊണ്ടുവന്നതിന്. അപ്പൊ ഇനി ഒരുപാട് അവതാരങ്ങൾ പുറത്തു വരാനുണ്ട്. എല്ലാവരും വരട്ടെ. സത്യം പറഞ്ഞ ഈ അവതാരങ്ങളൊക്കെ ചെറിയ ചെറിയ പരൽമീനുകളാണ്. ഇതിനൊക്കെ വമ്പൻ കൊമ്പൻ സ്രാവുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വരട്ടെ, അവരുടെയൊക്കെ പേര് കേട്ട് കേരളം ഞെട്ടട്ടെ, അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ കുളിർമഴ പെയ്യട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്. മഹേഷ്, ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ ആദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഈ ചെമ്പുപാളിയാണ് ലഭിച്ചത് എന്നുള്ളതാണ്. അതിൽ സ്വർണത്തിന്റെ അംശമില്ലായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയതും ചെമ്പുപാളി എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ ഈ MD കൃത്യമായി അതിന്റെ കണക്കുകളടക്കം പറയുകയാണ്. ആ കണക്കുകൾ പറയുമ്പോൾ എത്രത്തോളം സ്വർണം തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നതടക്കം, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് സ്വന്തമായി എടുത്തത് 150 ഗ്രാം, അതായത് അവർ ചെയ്ത ജോലിയുടെ പ്രതിഫലമായി എടുത്തിരിക്കുന്നു. 394.9 ഗ്രാം സ്വർണം ആ പാളിയിൽ പൂശിയിരിക്കുന്നു. ബാക്കി വരുന്ന 474.9 ഗ്രാം സ്വർണ്ണ കട്ടിയാക്കി ഈ പറയുന്ന കൽപേഷിന്റെ കയ്യിൽ കൊടുത്തു, അതായത് തന്ത്രിയുടെ സഹായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളടക്കം പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് കൊടുത്ത കട്ടികളായി കൊടുത്ത സ്വർണം അതെവിടെ പോയി എന്ന ചോദ്യമുണ്ടല്ലോ. കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയും ഇതെല്ലാം പച്ചക്കള്ളാണ്. ഈ 1 കിലോയോ അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല അതിനകത്തെ. കാര്യം ഇവരൊരു ഇവര് ഈ 1 കിലോ എന്നുള്ള കണക്ക് എവിടുന്നാ വന്നേ? അതെങ്ങനെ കറക്റ്റായിട്ട് ഈ 1000 ഗ്രാമായിട്ട് ഇവരെടുത്ത സാധനത്തിനകത്ത് വരുന്നത്? അപ്പൊ അതൊന്നും അല്ല. ഇത് ജസ്റ്റ് അവരിപ്പം മേളിലത്തെ വമ്പൻ സ്രാവുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവരിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അനുമാനിക്കേണ്ടത്. ഇത് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. 1 കിലോയോ 10 കിലോയിലോ 50 കിലോയിലോ ഒതുങ്ങുന്ന സംഭവമല്ല. ഇത് അതിനേക്കാളിലൊക്കെ സ്വർണത്തിന്റെ വിലയെക്കാളിലൊക്കെ ഉപരിയാണ് ഇതിന്റെ കച്ചവടം നടന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഇടപെട്ടിരിക്കുന്ന ഈ ചെറിയ പരൽമീനുകൾക്കോ മുമ്പിൽ മാത്രമാണ് ഈ 1 കിലോയുടെ കണക്ക് വെക്കുന്നത്. അതായത് കൊള്ളസംഘം വീതം വെക്കുമ്പം ആ ഏറ്റവും അറ്റത്ത് നിന്ന് ആള് പറയാണ് 1 കിലോയാ കിട്ടിയത്, 1 കിലോയെ കിട്ടിയോളൂ ഞങ്ങൾക്ക്, ബാക്കിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. തികച്ചും അവാസ്തവമാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കച്ചവടം ഇവരെങ്ങനെ, അത് ഒഫീഷ്യലി ഒരൊന്നും അല്ലല്ലോ ഇത് എടുത്തിരിക്കുന്നത്. ഇവരിപ്പോ ആദ്യമൊന്നും പറഞ്ഞതും അല്ലല്ലോ. ഇപ്പൊ തെളിച്ച് നമ്മുടെ വിജിലൻസ് SP അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് കണ്ടെത്തിയല്ലേ ഇത്. ബാക്കി ഇതിനേക്കാളും വലിയ പുലികൾ ഇപ്പൊ ഇറങ്ങാൻ പോവല്ലേ. പുലികൾ കണ്ടുപിടിക്കട്ടെ യഥാർത്ഥ കാര്യങ്ങള്. എന്റെ വാഹനം തന്നെ കണ്ടുപിടിക്കട്ടെ. ശരി, 2019 ഒട്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതികരണം ഒട്ടും വിശ്വസനീയമല്ല അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം 1 കിലോയിൽ അവർ വരുന്നു, അതെങ്ങനെയാണ് 1 കിലോയിൽ എത്തിയത്? ശരി,
കാര്യം അത് തീർച്ചയായിട്ടും അതിനകത്ത് അങ്ങനെ 1 കിലോ എന്ന് പറഞ്ഞൊരു കണക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇവര് നേരത്തെ ശരി, ഞാൻ വരാം. അല്പനേരം ഞാനൊന്ന് ശ്രീ പത്മകുമാറിലേക്ക് പോവുകയാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ പത്മകുമാർ നമ്മോടൊപ്പം. അദ്ദേഹം പൊതു ചർച്ചയിലേക്കില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 98-99 രേഖകൾ അനുസരിച്ച് 30.291 കിലോഗ്രാം സ്വർണം കട്ടിളപ്പാളികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഈ പറയുന്നത് പോലെ 100 പവൻ എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ദേവസ്വം ബോർഡ് പക്ഷേ 2019 മാർച്ച് 20 ഉത്തരവിൽ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്നാണ് നിർദ്ദേശിച്ചത്. രേഖകൾ അനുസരിച്ച് പരസ്പര വൈരുദ്ധ്യം എന്ന് ഹൈക്കോടതി പറയുകയാണത്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അവിടെ എത്തുമ്പോൾ അതിൽ ഹൈക്കോടതി എത്തുന്ന അനുമാനമാണ് ശ്രീ പത്മകുമാർ. രേഖകൾ അനുസരിച്ച് പരസ്പര വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന ഒരു പ്രസ്താവന കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. അപ്പോൾ അങ്ങാണ് ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അങ്ങയുടെ ഉത്തരവാദിത്വം എത്രത്തോളം എന്നാണ് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാനാവുക? ഇതിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് സ്മൃതി, ഞാനൊരു മീറ്റിങ്ങിനിടയ്ക്കാണ്, എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് പോകേണ്ടത് കൊണ്ട് ആണ്, വേറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അധിക സമയം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ മറ്റൊരു മീറ്റിങ്ങിന് ഇടയ്ക്ക് ഓടി വന്നതാണ്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ബോർഡിന്റെ തീരുമാനത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ അല്ല പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ തരുന്ന, ദേവസ്വം ബോർഡിലേക്ക് തരുന്ന ഒരു കുറിപ്പുണ്ട്, അവരുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചത് എന്താ, ഇങ്ങനെ ബാംഗ്ലൂർ വ്യവസായിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തി തീരുമാനിക്കുന്നു. ഇന്നാരുടെ, അതായത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ മാനിച്ചിട്ട് ഇത് പുതുക്കാൻ തീരുമാനിക്കുന്നു. ഇന്നാരെ സ്പോൺസറായിട്ട് കണ്ടെത്താൻ തീരുമാനിക്കുന്നു. ദേവസ്വം കമ്മീഷണറുടെയും തിരുവാഭരണം കമ്മീഷണറുടെയും ചീഫ് എഞ്ചിനീയറുടെയും വിജിലൻസ് ഓഫീസറുടെയും മറ്റും സാന്നിധ്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിൽ ഇത് ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. ഇത് വെളിയിൽ കൊടുത്തു വിടാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ആദ്യം ഞാൻ ചെമ്പുപാളിയാണോ എന്ന് പറഞ്ഞു എന്നാണല്ലോ എന്നെപ്പറ്റി ഉണ്ടായിരുന്ന ആക്ഷേപം. ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താ, 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, 38 കിലോയെ തിരിച്ചു കൊണ്ടുവന്നുള്ളൂ, 6 കിലോയുടെ വ്യത്യാസം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് 44 കിലോ സ്വർണ്ണപ്പാളിയല്ല, ചെമ്പുപാളിയാണ്, സ്വർണം പൂശിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം. ഞാൻ പറഞ്ഞ ചില മാധ്യമങ്ങൾ, നിങ്ങളല്ല, അതെന്ത് ചെയ്തു, സ്വർണം പൂശിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഭാഗം മാറ്റിയിട്ടാണ്. അത് പമ്പയിൽ വെച്ച് അയ്യപ്പ സംഗമം നടക്കുന്നിടത്ത് വെച്ചാണ് ഞാനിത് പറയുന്നത്. ആ പറഞ്ഞതിനെ വെച്ചിട്ടാണ് ഞാനും ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു മിനിറ്റ് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ സത്യസന്ധമായി അന്വേഷിച്ചിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ കുറ്റവാളികളാണെങ്കിൽ ആ കുറ്റവാളികളാണെന്ന് തന്നെ പറയട്ടെ. ശ്രീ പത്മകുമാർ, അതല്ലല്ലോ ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്ന പരാമർശങ്ങളോടുകൂടി ഉണ്ടാകുന്ന ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അങ്ങയുടെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ മഹസറിൽ എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പുപാളി എന്നാണല്ലോ. ആ മഹസറിൽ ചെമ്പുപാളി എന്ന് എഴുതി വെച്ചതിൽ 9 പേർ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ മേൽശാന്തി അടക്കം 9 പേർ ഒപ്പിട്ടു എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് അങ്ങേക്ക് അറിവില്ലായിരുന്നു എന്നാണോ അങ്ങ് പറയുന്ന സ്വർണം പൂശി ചെമ്പുപാളി എന്ന് പറയുന്നതും പുറത്തേക്ക് പോയതും അറിയുന്നില്ല? നോക്കണം. അല്ലല്ല, ബോർഡിന്റെ തീരുമാനം ബോർഡിന്റെ മുമ്പിൽ വരുന്നതല്ലേ. ബോർഡിന് ഇപ്പോ അതിനകത്ത് കയറിയിട്ട് സ്ട്രോങ് റൂമിനകത്ത് കയറിയിട്ട് നോക്കാനുള്ള അധികാരം ബോർഡിനില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് ഇവരെന്താ കമ്മ്യൂണിക്കേഷൻ കൊടുത്തതെന്നുള്ളത് നോക്കാൻ നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. അങ്ങനല്ലല്ലോ നോക്കുന്നത്.
നയപരമായ തീരുമാനം, എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ ബോർഡിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ തീരുമാനമെടുത്ത് കൊടുക്കലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും അതിനകത്തൊരു പെശകുണ്ടായില്ല എന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ വിജിലൻസ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്ന 9 ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഞാൻ വായിക്കാം. ഡി സുധീഷ് കുമാർ, മുരാരി ബാബു, ജയശ്രീ, KS ബൈജു, രാജേന്ദ്ര പ്രസാദ്, RG രാധാകൃഷ്ണൻ, രാജേന്ദ്രൻ നായർ, സുനിൽകുമാർ, ശ്രീകുമാർ. ഇതിൽ പലരും, ചിലരവിടെ ഉണ്ടായിരുന്നില്ല, ബോധപൂർവം മാറി നിന്നു. ഈ പറയുന്ന പോറ്റിക്ക് അനുകൂലമായി അത് ലോഹപ്പാളിയാണ് എന്ന് എഴുതാൻ സഹായിക്കുന്നവരുടെ ഒരു സംഘം അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. ഇതാണ് ദേവസ്വം വിജിലൻസിന്റെയും കണ്ടെത്തൽ. ഇതാണ് ഹൈക്കോടതിയുടെ മനസ്സിലാക്കലും. എന്ന് വെച്ചാൽ ഹൈക്കോടതി അത് വിശ്വസിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന് അതിലൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. അക്കാലത്ത് എൻ്റെ കാലത്തൊരു പിഴവ് സംഭവിക്കുമ്പോൾ അപ്പോൾ എൻ്റെ റോൾ എന്താണ് എന്നുള്ളത് അങ്ങ് പറയുന്നു. സ്ട്രോങ് റൂം പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, ശരി, അധികാരമില്ല, അത് ശരിയായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് ഒരു സാധനം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയണ്ടേ? അത് സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുന്ന വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. മഹസർ എഴുതി മോഷ്ടിക്കുകയാണോ ശ്രീ പത്മകുമാർ? മഹസർ എഴുതി മോഷ്ടിക്കുകയാണോ? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ സ്മൃതി, ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. ഒന്ന്, സ്ത്രീ പ്രവേശന തീരുമാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണല്ലോ. ആ സമയത്ത് നമ്മൾ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാവാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ രൂപത്തിലുള്ള കുഴപ്പം കാണിക്കുമെന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? അങ്ങനെ ഇപ്പോഴല്ലേ അത് കണ്ടത്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ വ്യക്തമാകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ ഇങ്ങനെ ചില വർത്തമാനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അവരുടെ കാലത്ത് നടന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ ഗവൺമെന്റ് നിശ്ചയിച്ച ദേവസ്വം ബോർഡും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള രൂപത്തിലോ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല. ഞാൻ ചെയ്തിട്ടില്ല, എന്റെ ബോർഡ് ചെയ്തിട്ടില്ല. ശ്രീ പത്മകുമാർ, അങ്ങയുടെ കാലത്തെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നു, മാറ്റിവെക്കാം. ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങളും അന്നത്തെ ബോർഡിന്റെ വീഴ്ച കോടതി പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് എനിക്ക് കേൾക്കേണ്ടത്. ശ്രീ പത്മകുമാർ, അങ്ങയുടെ കാലത്താണ് സംഭവിച്ചിരിക്കുന്നത്. മുരാരി ബാബു പറയുന്നു തന്ത്രി പറഞ്ഞിട്ടാണ് താനത് ലോഹപ്പാളിയെന്ന് എഴുതി വെച്ചതെന്നാണ്. തന്ത്രി പറയുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടു, ഈ ശില്പത്തിലെ പാളികളിൽ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, അത് ശരിയാക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ച് അതിലെ കുഴപ്പങ്ങൾ അത് സ്വർണ്ണപ്പാളിയിലെ എന്ന് തന്നെയാണ് പറയുന്നത്. സ്വർണ്ണപ്പാളിയിലെ കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് തന്ത്രി അങ്ങോട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാ അത് ലോഹപ്പാളിയായി? ലോഹപ്പാളി എന്ന് എഴുതി വെച്ചതിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നത്, അങ്ങും അത് സംശയിക്കുകയാണോ? ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ തന്ത്രിയുടെ തലയിലോട്ടോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിലോട്ടോ അല്ലെങ്കിൽ സ്വയം തലയിലോട്ടോ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ ടീം അന്വേഷിക്കട്ടെ. നല്ല മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അവരന്വേഷിച്ചിട്ട് ആരുടെ ഭാഗത്താ കുഴപ്പം, ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള അവർ കണ്ടുപിടിക്കട്ടെ. അക്കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. പിന്നെന്താ കുഴപ്പം? ഈ പോറ്റി 2019 സ്പോൺസറായി എത്തുന്നത്. അങ്ങ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രതികരണങ്ങളിലും ആർക്കും വേണമെങ്കിലും സ്പോൺസർ ആകാമെന്ന്. പക്ഷേ ശബരിമലയിലെ ഒരു 90% കാര്യങ്ങളുടെയും സ്പോൺസറായി ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയാണ്. എല്ലാ പരിപാടികളിലും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖം കാണാം. എല്ലാ പ്രധാനപ്പെട്ട ശബരിമലയിലെ ആളുകളുടെ എല്ലാവരുടെയും ഇടയിൽ അദ്ദേഹം നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്വീകാര്യത ഒരാൾക്ക് ലഭിക്കുന്നത്? അപ്പോൾ എല്ലാവരുമായും അടുത്ത ബന്ധമുണ്ട്. അങ്ങേക്ക് പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? സ്മൃതി ഒരു ഉപകാരം ചെയ്യണം. സ്മൃതി ഒരു ഉപകാരം ചെയ്യണം. ഈ എവിടൊക്കെയാ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ എടുത്തിട്ട് ഇപ്പൊ അന്വേഷിക്കുന്ന ടീമിന് കൊടുക്കണം. എന്റെയിലധികം പടങ്ങളില്ല. ചിലയിടത്തൊക്കെ ഞാനിവിടെയുള്ള പടങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും എവിടൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പത്മകുമാർ, പരിഹാസം ഒരു മറുപടിയല്ലല്ലോ. നമുക്കിപ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കൊരു വ്യക്തിപരമായ ആരോടും വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ശ്രീ പത്മകുമാർ, ഒറ്റ കാര്യം, ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ വിടാം. അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? അങ്ങേക്ക് ഈ കൽപേഷിനെ അറിയാമോ? പോറ്റിയുടെ സഹായി കൽപേഷ്. ശബരിമല
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ബാംഗ്ലൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മേശാന്തിയായിരുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അയാളെ എനിക്കുള്ള പരിചയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവോണത്തിന് ഒരു പ്രാവശ്യം ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോ തിരുവോണ സദ്യക്ക് അദ്ദേഹമാണ് നടത്തുന്നത്. പിന്നെ എല്ലാ തിരുവോണത്തിനും നടത്താറുണ്ട്. അപ്പൊ ആ സദ്യക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എന്തോ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇദ്ദേഹം എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടത്. പിന്നീട് വന്നത് ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആ പ്രപ്പോസൽ വരുമ്പോൾ ഈ പറഞ്ഞ ശബരിമലയിൽ ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നിയത് ഒരു അഭിപ്രായം, ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ ഉള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സ്പോൺസർമാരുടെ ഒരു അവസ്ഥ ശബരിമലയെ സംബന്ധിച്ച് ഒട്ടേറെ ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോ പമ്പയിൽ നിർമ്മിച്ച രാമമൂർത്തി മണ്ഡപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പണ്ടുണ്ടായിരുന്നതാണ്. ഒട്ടേറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകളും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ഭാവിയിലാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പത്മകുമാർ, അത് പറയുക എളുപ്പമാണ്. ശ്രീ പത്മകുമാർ, അങ്ങയുടെ മകന് അറ്റകുറ്റപ്പണിയുടെ ചുമതല നൽകിയത് കൂടി ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണല്ലോ. അതേക്കുറിച്ച് കൂടി അങ്ങ് വിശദീകരിക്കാമോ? ഇപ്പോൾ ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾക്ക് ചോദിക്കാതെ തന്നെ പറയാൻ വരികയായിരുന്നു. അപ്പൊ ഒരു രുദ്രാക്ഷമാലയിലും യോഗദണ്ഡിലും ഒരു മിനിറ്റ് സ്വർണം കെട്ടിയതിൽ അല്ല, രുദ്രാക്ഷമാല ചെറിയൊരു മാലയാണ്. മാലയിലൊന്നും ചെയ്തിട്ടില്ല. മാല കഴുകുക, നമ്മുടെ പുളിഞ്ചിക്കായിട്ട് കഴുകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശരി. മറ്റേ യോഗദണ്ഡെന്ന് പറയുന്നത് ഏതാണ്ട് സ്വർണത്തിലുള്ള ദണ്ഡാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പ്രചരണം നടക്കുന്നത്. ഒന്ന്. അത് സാധാരണ ഒരു കനമുള്ള ചൂരൽ, ഒരു 2.5 അടിയോളം നീളമുള്ള ഒരു ചൂരലിന്റെ സമാനമായിട്ടുള്ള ഒരു തടിക്കഷ്ണമാണ്. അത് ഒരു പൈപ്പ് പോലുള്ള ഒരു സംഗതിക്കകത്താണ് ഈ അദ്ദേഹത്തിന്റെ യോഗ നട തുറന്നു കഴിയുമ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ആകെപ്പാടെ കുഴപ്പമായി. അതൊന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതാണ്. അല്ലാതെ എന്റെ മോൻ ഇതിന്റെ പണിയൊന്നുമല്ല. അവൻ അങ്ങനെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളല്ല. അവൻ അവനൊരു കപ്പലിന് പോകുന്ന ആളാണ്, ക്യാപ്റ്റനാണ്. അപ്പൊ എന്തോ പറഞ്ഞ അവനെ കരാർ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിൽ കൊടിയേറുന്നതിന്റെ കൊടിക്കൂറ സമർപ്പിക്കുന്ന എന്റെ കുടുംബത്തിൽ നിന്നാണ് വർഷങ്ങളായിട്ട്. അപ്പൊ അത് ഞങ്ങൾ കുടുംബം എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ വന്നപ്പോ അവിടെ പക്ഷെ അത് ഞാൻ ചെയ്തപ്പോ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ആ ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് അവിടെ നമ്മുടെ തന്ത്രി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതുക്ക വെച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം ഇത് യോഗദണ്ഡ് അധികം വെളിയിൽ മാറ്റി വെക്കാൻ പറ്റുന്ന സാധനം അല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചേൽപ്പിക്കലാണ് ചെയ്തത്. അല്ലാതെ ഞങ്ങളൊന്നും അതിന്റെ പിന്നാലെ നടന്നിട്ടില്ല. എന്റെ മോൻ ചെയ്യിച്ചതാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. യോഗദണ്ഡെന്ന് പറയുന്നത് സ്വർണ്ണദണ്ഡാണ്, അതും അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോ ഞങ്ങളൊക്കെ അങ്ങനെ ഒരു 52 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പം അതൊക്കെ കേൾക്കുക. അതപ്പം തന്നെ ഒരു മാധ്യമം, നിങ്ങളുടേതല്ല, ഒരു മാധ്യമം പറഞ്ഞത് അതും അടിച്ചുകൊണ്ട് പോയി എന്നാണ്. അതൊക്കെ ഒരു വളരെ ആരോപണം വരുമ്പോൾ അങ്ങനെ ഒരു പെരുമഴയാകുന്നത് ഒരു സ്വാഭാവികതയായി കാണൂ ശ്രീ പത്മകുമാർ. ശ്രീ പത്മകുമാർ, അപ്പോൾ ഈ പറയുന്ന വളരെ ചെറിയ കാര്യമാണല്ലോ ഈ പറയുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയും. ഒറ്റ കാര്യം പ്ലീസ്, അങ്ങറിയാം മീറ്റിംഗിൽ പോയതാണ്. അതെ, ഒറ്റ ചോദ്യം ലാസ്റ്റ് ചോദ്യം. ഞാൻ മീറ്റിംഗിൽ ഇവരും കണ്ടതാണ്. എന്നെ എളുപ്പം വിടണം. ഉറപ്പായിട്ടും ഒറ്റ ചോദ്യം. ഈ രുദ്രാക്ഷമാലയിലും യോഗദണ്ഡിലും ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങൾ തന്ത്രി അങ്ങോട്ട് പറയുന്നു. അത് വീട്ടിൽ നിന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് മകൻ തന്നെ താല്പര്യമെടുത്ത് അതിൽ കരാറിന്റെ വിഷയവുമില്ല. അത്തരം കാര്യങ്ങൾ പോലും അങ്ങയോട് സംസാരിച്ച് അങ്ങേക്ക് അത് അറിയാം. അപ്പോൾ ഇതിൽ വലിയൊരു സംഭവം, ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന വലിയ കാര്യങ്ങൾ അങ്ങേക്ക് അതിലൊരു ധാരണമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? അല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ വെച്ചുണ്ടായ ഒരു സംസാരത്തിന്റെ ഇടയ്ക്കുണ്ടായതായതുകൊണ്ടും ഞാനിവിടെ ഇടപെട്ടതായതുകൊണ്ടുമാണ് എനിക്കറിയാവുന്നത്. മറ്റേ കാര്യം എനിക്ക് അങ്ങനെ അറിയാവുന്നതല്ല. അത്രയേ ഉള്ളൂ. ഈ സ്മാർട്ട് ക്രിയേഷൻസ് ശരി, ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് പോയേ പറ്റൂ. ശരി. വളരെ നന്ദി ശ്രീ പത്മകുമാർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും ഈ പറയുന്ന മഹസറിൽ ഒപ്പിട്ട 9 പേർ ലോഹപ്പാളി എന്ന് എഴുതി വെച്ച് അതിൽ തനിക്ക് വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട്, അതിൽ ഹൈക്കോടതി എത്തിയിരിക്കുന്ന അനുമാനങ്ങൾ, അതാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.
SIT അന്വേഷിക്കട്ടെ, സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്ന മറുപടി കുറേ ദിവസമായി കേൾക്കുന്നു. ആ ഉത്തരത്തിൽ വലിയ താല്പര്യമില്ല. എനിക്ക് ഇതിൽ ദേവസ്വം ബോർഡിന്റെ റോൾ എത്രത്തോളമുണ്ട്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കോടതി പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത്. അത് സാധാരണ ജനങ്ങൾ, വിശ്വാസികൾ എങ്ങനെ എടുക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? ശ്രീമതി സ്മൃതിക്ക് ഇനി പൊതുവെ താല്പര്യം വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. കാരണം ഇത് സർക്കാരിലും ദേവസ്വം ബോർഡിലും കൊണ്ടുവയ്ക്കാൻ ശ്രീമതി സ്മൃതി കുറച്ച് ദിവസമായിട്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടലും വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമർപ്പണവും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ വേഗതയിലാണ് നുണയുടെ മുയൽ ഓടിക്കൊണ്ടിരുന്നത്. സത്യത്തിൻ്റെ ആമ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷേ ഇന്ന് ആമയ്ക്കൊരു കുതിച്ചുചാട്ടമുണ്ട്. ഈ 9 പേരുടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കിന് അവരൊക്കെ ആരൊക്കെയാണ്, ഏത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ ഇപ്പോൾ നാട്ടിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അവരവരുടെ പ്രദേശത്തൊക്കെ അറിയാം ഇവർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്ന്. അങ്ങനെ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡിനെയും തന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളയ്ക്ക് ഇതുവഴി വിരാമം ഇടാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളെല്ലാം ആ വാദം ശക്തമായിട്ട് പറഞ്ഞത്. ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും, അന്വേഷണത്തിൽ തെളിയും, അപ്പോൾ ചെമ്പ് പുറത്താകും എന്നുള്ളതൊക്കെ ഞങ്ങൾ എല്ലാം അന്ന് ശക്തമായി പറഞ്ഞതാണ്. ഇപ്പം നമുക്കത് വളരെ വ്യക്തമായി വരുന്നുണ്ട്. മാത്രമല്ല, ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഡോക്ടർ പി കെ ഗോപൻ, സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? അല്ലല്ലോ. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇതുവരെ സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു നിരീക്ഷണം വന്നിട്ടില്ല. കാരണം ഇപ്പോൾ വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് സർക്കാരിലേക്ക് ഇത് എത്തുന്നില്ല. അത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ശ്രീമതി സ്മൃതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ചില വ്യക്തികളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറയുക. അദ്ദേഹം ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുക്കുക, ഇന്ന ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന്. ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ആരുടെ പേരിൽ വേണമെങ്കിലും കേസെടുക്കും. പക്ഷേ അതിൽ മന്ത്രിമാരിലേക്കോ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്കോ ഒരു നിഴൽ പോലും വീശുന്നില്ല. നിലവിൽ നാളെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ രേഖകൾ അനുസരിച്ച് പരസ്പര വൈരുദ്ധ്യമുള്ള മൊഴികൾ, ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച, വിശദമായ അന്വേഷണം വേണമെന്ന് പറയുക, എത്രത്തോളം സ്വർണം എവിടെ നിന്ന് പോയി, എത്രത്തോളം തിരിച്ചെത്തി എന്ന് പറയുക, ഇതിലൊന്നും തന്നെ സർക്കാരിന് ഒരു തരത്തിലുള്ള പങ്ക്, ഉത്തരവാദിത്തമില്ല. പങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പങ്കെടുക്കുക എന്നുള്ളതല്ല, ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ എന്നുള്ളതാണ് അങ്ങയുടെ അനുമാനം, അല്ലേ? അല്ല, ഉത്തരവാദിത്തം അതിലേക്ക് നമുക്ക് എത്തണമല്ലോ. എങ്ങനെയാണ് അതിൽ സർക്കാരിനോ ദേവസ്വം ബോർഡോ ഏതെങ്കിലും ഇതിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇന്ന രൂപത്തിൽ വീഴ്ചയുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചാൽ നമുക്ക് ആ ഉത്തരവാദിത്തം എത്തിക്കാൻ കഴിയും. അല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ നൽകുന്നു. അങ്ങേക്ക് ഇതിലൊരു ഞെട്ടലും തോന്നിയില്ലേ? ഇപ്പോൾ വന്നിരിക്കുന്ന മഹസർ, ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി എഴുതി വെച്ച മഹസർ, അതിൽ 9 ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളത്, അവരുടെ പേര് വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു. അതിൽ മുരാരി ബാബു ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ അങ്ങേക്ക് പറയാം, അങ്ങേക്കത് വെളിപ്പെടുത്താം. എനിക്കറിയില്ല, അങ്ങേക്ക് അറിയെങ്കിൽ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങേക്കത് വെളിപ്പെടുത്താം. അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറിയാവുന്നതുപോലെ അല്ല, എനിക്കറിയില്ല, അങ്ങേക്ക് പറയാം. അല്ല, സ്മൃതിക്ക് അറിയാവുന്നതുപോലെ ഈ പാനലിലുള്ള ആർക്കെങ്കിലും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അവരുടെയൊക്കെ പൊളിറ്റിക്സ്. സ്മൃതി അത് പുറത്തു കൊണ്ടുവരാൻ മടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ട് ഈ 9-നകത്ത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റ് നേരത്തെ അവിടെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജയശ്രീ ബോർഡ് സെക്രട്ടറി, KS ബൈജു തിരുവാഭരണ കമ്മീഷണർ, രാജേന്ദ്ര പ്രസാദ് എക്സിക്യൂട്ടീവ് ഓഫീസർ, RG രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണർ, രാജേന്ദ്രൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സുനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ശ്രീകുമാർ. അപ്പോൾ ഓരോരുത്തരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അങ്ങേക്ക് പറയാം. സ്മൃതി ഒരു കാര്യം ചെയ്യണം, ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ
ശ്രീമതി സ്മൃതി പരുത്തിക്കാടിന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കേട്ടോണ്ട് നിങ്ങൾ പോകണമെന്ന് ഞങ്ങളോട് പറയണം. പിന്നെ ഞാൻ എന്തിനാ അവിടെ അല്ലാതെ ഇരിക്കുന്നത്? ഡിബേറ്റിനാണ് വിളിക്കുന്നതെങ്കിൽ ഞങ്ങളോട് പറയുന്നത് കേൾക്കണം. ചോദ്യം ചോദിക്കാനല്ലേ? അങ്ങ് പറഞ്ഞതിനോടാണ് ഞാൻ എന്തിനാ വിശദീകരിക്കാൻ പറഞ്ഞത്. അങ്ങാണ് നിങ്ങൾ പറഞ്ഞത് ഈ 9 പേർ വിവിധ രാഷ്ട്രീയ സ്മൃതി പാർട്ടികളിലെയാണ്. എന്തിനാ ഇരിക്കുന്നു ചോദിച്ചാൽ സ്മൃതിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ. സ്മൃതിക്ക് ഉത്തരം കേൾക്കണ്ട. സ്മൃതി ഒരു ചർച്ചയ്ക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമുള്ള ആളല്ല. സ്മൃതി ഈ മാധ്യമരംഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നൂടെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴേ ഇത് ഡിബേറ്റായി മാറുകയുള്ളൂ. അല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വിടാൻ ശ്രമിക്കരുത്. അത്ര അബദ്ധമൊന്നും കാണിക്കരുത്. ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട്. പരസ്പരം തർക്കിക്കുകയും ചെയ്യും. വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത്. ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്മൃതി വലിയ ആവേശത്തോടു കൂടി ഇത് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ നാളെ ഗവൺമെൻറ്റിനകത്തൊരു ഉത്തരവാദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരുന്നാൽ സമ്മതിക്കാം. ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. കേരളം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കടകംപള്ളിയുടെ പേര് കേസെടുക്കണം, ദേവസ്വം ബോർഡിൻ്റെ പേര് കേസെടുക്കണം. കേസെടുക്കാൻ നല്ല ഒന്നാന്തരം ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ജസ്റ്റിസ് KT ശങ്കരൻ്റെ മേൽനോട്ടമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തുമ്പ് ഏതെങ്കിലും ഒരാളിൻ്റെ പേരിൽ വന്നാൽ അവരെടുത്തിരിക്കും. അവർ ഈ 9 പേരുടെ പേര് മാത്രമല്ല, ഏതെങ്കിലും വരട്ടെ. അപ്പോഴാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ നോക്കുക. അവർക്ക് ഗവൺമെൻറ്റിലാണ് എത്തേണ്ടത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് കോടതിയുടെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ ഉത്തരം മതി. അതിലപ്പുറമുള്ള ഉത്തരവാദിത്തമില്ല. അതാണ് മുൻ ദേവസ്വം പ്രസിഡന്റും പറഞ്ഞത്. അങ്ങും ഇപ്പോൾ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ രാഷ്ട്രീയം തപ്പുന്നതിനിടയ്ക്ക് ഈ പറയുന്ന വിമർശനങ്ങൾക്ക് കൂടി മറുപടി പറയാനുള്ള സമയം അങ്ങ് കണ്ടെത്തണം. അങ്ങ് തന്നെയാണ് പറഞ്ഞത് ഈ 9 പേർ ഒപ്പിട്ടതിൽ ഈ 9 പേർക്കുമുള്ള രാഷ്ട്രീയം, അതിൽ നിങ്ങളുടെ രാഷ്ട്രീയമല്ലാത്തവരുമുണ്ട്, രാഷ്ട്രീയക്കാരുമുണ്ട് എന്ന്. അപ്പോൾ അത് ഏതൊക്കെ രാഷ്ട്രീയക്കാരാണെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങ് അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുക ചെയ്ത്. അങ്ങേക്ക് പറയാമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ വേണ്ട. ആയിക്കോട്ടെ. അഡ്വക്കേറ്റ് VP എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി പറയണമല്ലോ. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ഇപ്പോൾ BJPയിലെ ഒരു പ്രതിനിധി ഉണ്ടോ ഈ പറയുന്ന ഈ 9 പേരിൽ മഹസറിൽ ചെമ്പുവാളിയാക്കിയവരിൽ? അങ്ങേക്ക് ഉണ്ടെങ്കിൽ അങ്ങക്ക് അത് സമ്മതിക്കാം ഈ ഘട്ടത്തിൽ. അല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാറുണ്ടോ? ഞാനറിയില്ല. അവർ വോട്ട് ചെയ്യാറുണ്ടാവും, പക്ഷെ അവർ മെമ്പർഷിപ്പ് എടുക്കാറില്ല രാഷ്ട്രീയ പാർട്ടി. അവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ട്, അതായത് NGO അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ NGO യൂണിയൻ ഉണ്ട്, NGO സംഘ് ഉണ്ട്, പല എന്താ പറയുക ജീവനക്കാരുടെ സംഘടനയുണ്ട്. അപ്പോൾ അതൊക്കെ അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഇവിടെ എന്താ പറയുക, ഇവിടെ വളരെ സൗകര്യപൂർവ്വം ഇന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ സംസാരിക്കുന്ന CPM പ്രതിനിധിയും CPMൻ്റെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വ്യക്തിയുമൊക്കെ ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 2019 ഏതോ ഒരു പോറ്റി വന്നു, അയാൾ എങ്ങനെയോ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു, ഈ സാധനമായിട്ട് പോയി. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഈ വിഷയം ഇപ്പോൾ ഇത്രയും വലിയ വിഷയമാവാനുള്ള കാരണം എന്താ? ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നോമിനികളായ ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും കണ്ടുപിടിച്ച് ഇതാ ഇങ്ങനെ ഒരു തട്ടിപ്പ് 2019 നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിട്ടാണോ? ആണോ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങോട്ട് പുറത്തുവിട്ടിട്ടാണോ? അല്ല. ഇത് വീണ്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും ഈ പണിയെടുക്കാൻ പോറ്റിയെ ഏൽപ്പിച്ചു. 2019 ഭൂലോക തട്ടിപ്പ് നടത്തിയ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തി വീണ്ടും ഈ പണി, സ്വർണം പൂശൽ പണി എടുക്കാൻ ഏൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഒരു ഭക്തൻ കേസുമായി പോയി. അങ്ങനെയല്ല ഇത് പുറത്തു വന്നത്. ആ ഭക്തൻ കേസുമായി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരറിയില്ല, അവിടുത്തെ മാധ്യമ പ്രവർത്തകരറിയില്ല. ഇത്തവണയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകും, അയാൾ ഇത് ഉരുക്കും, അയാൾ ഇത്തവണ അതിൽ നിന്ന് സ്വർണം എടുക്കും. അത് അയാൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മറ്റ് വലിയ ഈശ്വര വിശ്വാസികൾ അയ്യപ്പൻ്റെ അവിടെ പ്രതിഷ്ഠിച്ച ഒരു കൊച്ചു സ്വർണം കിട്ടിയാൽ അത് വലിയ സൗഭാഗ്യമാണെന്ന് കരുതുന്നവർക്ക് മറച്ചു വിൽക്കും. ഇതൊക്കെ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നോ? ഒരു ഭക്തൻ, എവിടെ നിന്നോ വന്ന ഒരു ഭക്തൻ്റെ ശ്രദ്ധ, കരുതൽ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ധീരമായി എടുത്ത നടപടി കൊണ്ടല്ലേ ഇത് ലോകമറിഞ്ഞത്. നിങ്ങൾ വീണ്ടും കൊണ്ടുവന്നില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റീനെ? ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? നിങ്ങളുടെ ആരാ?
പോളിറ്റ് ബ്യൂറോ മെമ്പറാ? ഓ, നിങ്ങൾ വലിയ എന്താ പറയുക, ഒന്നും അറിയാത്ത ആളുകൾ. നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ. നിയമം അതിൻ്റെ വഴിക്ക് പോകാൻ നിങ്ങൾ സമ്മതിച്ചോ? 2019 ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇതിന് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വസ്തുവിനും കൊള്ളില്ല. കാലണക്കി കൊള്ളാത്തവരാണ് നിങ്ങൾ. ഇൻഎഫിഷ്യന്റ് ആൾക്കാരാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒന്നുകിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഈസ് ഇൻഎഫിഷ്യന്റ്, ഒരു വസ്തുവിനും കൊള്ളില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നുകിൽ ഇതിന് കൂട്ടുനിന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒരു വസ്തുവിനും കൊള്ളില്ല. അയാളെ മൂക്കിന് താഴെ നടക്കുന്നത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബാധകമാണ്. ഒന്നുകിൽ അവർ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത്, ഒന്നുകിൽ അവർക്ക് ഇതൊന്നും അറിയില്ല, കണ്ടെത്താനുള്ള കഴിവും ബുദ്ധിയും പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ഈ കച്ചവടത്തിൽ അവർക്കും പങ്കുണ്ട്. ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇയാളെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഈ പണി വീണ്ടും എടുക്കാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് ഇത് വിവാദമാകുന്നത്. അപ്പോഴാണ് പഴയ കഥ മുഴുവൻ വരുന്നത്. പഴയ കഥയുടെ കാര്യത്തിൽ എത്ര തട്ടിപ്പ് നടന്നു, എത്ര സ്വർണം വെട്ടിപ്പ് നടത്തി, എത്ര ഗ്രാം കൊണ്ടുപോയി, അന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിങ്ങളോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടില്ല, പോലീസിനോട്, സർക്കാരിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മുദ്ര വെച്ച കവറിൽ ഇവിടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളോട് അന്വേഷണത്തെ പുരോഗതിയെപ്പറ്റി സംസാരിക്കരുത്, വിവരം കൊടുക്കരുത്. ആ റിപ്പോർട്ട്, അന്വേഷണ കാലാകാലം കിട്ടുന്ന റിപ്പോർട്ട്, 6 ആഴ്ച കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ നിങ്ങളെ കാണിക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഹൈക്കോടതിയിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സമാധാനപരമായി ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു കച്ചവട കേന്ദ്രമാണ്. നിങ്ങൾക്ക് എന്താ സനാതന ധർമ്മം, ഡെങ്കുവാണ്, മലേറിയയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന വിദ്വാനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് പൈസയാണ്. ശബരിമല സ്വർണം കായ്ക്കുന്ന ഒരു മരമാണ്. അവിടെ ഇഷ്ടംപോലെ സ്രോതസ്സുകളുണ്ട് ധനം സമ്പാദിക്കാൻ. അതിൽ നിങ്ങൾ നേരിട്ടും അല്ലാതെയും മറ്റ് ഇതുപോലത്തെ തസ്കരന്മാരെയൊക്കെ ഏൽപ്പിച്ച് അതിൽ അവർ കിട്ടുന്നതിൽ ഷെയർ വാങ്ങിച്ച് ഈ ശബരിമലയെ വലിയ ഒരു പണസമ്പാദ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യതയാണ്. ഇപ്പം ഞങ്ങളൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളിതിന് കൊള്ളില്ല, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. നിങ്ങൾ യു ആർ ഗുഡ് ഫോർ നത്തിങ്, നിങ്ങൾ ഈ പണിക്ക് പറ്റാത്തവരാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേരള ഹൈക്കോടതി അന്വേഷിക്കട്ടെ. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം എത്ര പവൻ, എത്ര ഗ്രാം, ഇതൊക്കെ ഇനി ഓരോന്നായി വരും. ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഒരു സംശയമില്ല. ഒരുപാട് ആളുകൾ ജയിലിൽ പോകും. ആരൊക്കെ എന്ന് പറയാൻ നമ്മൾ ആളല്ല. നമുക്കറിയില്ല അതിൻ്റെ വ്യാപ്തി, ഈ കളവിൻ്റെ വ്യാപ്തി നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഇന്നിപ്പോൾ കോടതി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിന്മേൽ ചില നിഗമനങ്ങളിലേക്കും കോടതി എത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്നുള്ളത്. ഇവിടെ നിന്നും സ്വർണം പോയതിന്റെ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നു. 2019 മാർച്ച് 4 ശ്രീകോവിലിന്റെ മുൻവാതിലും പിൻവാതിലും സ്വർണം പൂശി. ഇത് ഗോവർദ്ധൻ എന്ന സ്പോൺസർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകി. ഇതിനായി ഉപയോഗിച്ചത് 320 ഗ്രാം സ്വർണമാണ്. 2019 മാർച്ച് 1 200 ഗ്രാം സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകുന്നു. 2019 മാർച്ച് 4 125.5 ഗ്രാം സ്വർണം കൂടി ഇതേ സ്പോൺസർ നൽകുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിക്കുകയാണ്. ശിവരൂപം ഉൾപ്പെടെ 7 പാളികളുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നതിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമുണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ചെമ്പുപാളികളിൽ സ്വർണം പൂശി. 2019 ജൂൺ 10 ഗോവർദ്ധൻ വീണ്ടും 186.587 ഗ്രാം സ്വർണം കൂടി എത്തിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് 2019 ജൂൺ 15 നിർമ്മാണം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നു. അധിക സ്വർണം ഗോവർദ്ധന് തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് നൽകുന്നു. 2019 ഓഗസ്റ്റിൽ 14 സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു. ഇതിലും സ്വർണം പൂശുന്നതിൽ വൈദഗ്ധ്യമില്ല എന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ വൈദഗ്ധ്യമില്ലാത്തവരിലേക്ക് തന്നെ വീണ്ടും പോറ്റി എത്തുന്നു. വൈദഗ്ധ്യമില്ലാത്തവരെ കൊണ്ട് സ്വർണം അലിയിപ്പിച്ചെടുക്കുന്നു. പിന്നീട് കട്ടികളാക്കി പോറ്റിക്ക് തന്നെ നൽകുന്നു. ബാക്കിയുള്ളത് പൂശുന്നു. ബാക്കിയുള്ളത് അവരുടെ പ്രതിഫലമായി 109 ഗ്രാം സ്വർണം അവരെടുക്കുന്നു. ബാക്കി 474.9 ഗ്രാം കട്ടികളാക്കി കൊടുത്തുവിട്ടു. ഇത്രയുമാണ് ഇപ്പോൾ മൊഴിയായി ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത്, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD. ഇതിൽ നിന്നും അങ്ങേക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇതിൽ പുതിയ പേരുകൾ കൂടി വരികയാണ്. കൽപേഷ് വരുന്നു, ഗോവർദ്ധൻ വരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഈ പ്രതികരണത്തെയും അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ ശില്പി മഹേഷ് പറഞ്ഞതുപോലെ ഇതിനും മുകളിൽ ആരൊക്കെയോ ഉണ്ട്. അവരെ രക്ഷിക്കാൻ
ഇവിടെ ഞങ്ങൾ തീർപ്പാക്കി എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയാണെന്ന സംശയം ഉയരുകയാണ്. സ്മൃതി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമപ്രവർത്തകരോട് ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭണ്ഡാരി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളികളാണ്, പുതിയ ചെമ്പുപാളികളിൽ മാത്രമേ ഞങ്ങൾ സ്വർണം പൂശുകയുള്ളൂ. അങ്ങനെ പറഞ്ഞ ഭണ്ഡാരി ഇപ്പോൾ ദേവസ്വം വിജിലൻസിനോട് മൊഴി കൊടുത്തപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് സ്വർണം എന്താ പറയുക ക്ലാഡ് ചെയ്ത ഈ പാളികളാണ് കൊണ്ടുവന്നത്. ആ പാളികളിൽ നിന്ന് ഞങ്ങൾ രാസപ്രയോഗത്തിലൂടെ ഈ സ്വർണം ഒരുക്കി വേർതിരിച്ചെടുത്തു. എന്നിട്ട് കണക്കുകൾ പറയുന്നു. ആ കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല, താങ്കൾ പറഞ്ഞല്ലോ. അങ്ങനെ കണക്കുകൾ പറഞ്ഞിട്ട് അവസാനം ഏതാണ്ട് 490 ഏതാണ്ട് 1/2 കിലോയോളം സ്വർണം ഈ സ്വർണം കട്ടികളാക്കി ഈ പറയുന്ന കൽപ്പേനു അല്ലെങ്കിൽ പുതിയതായിട്ട് ഇന്ന് പേര് കേട്ട ആ കക്ഷി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നോമിനി ആയിട്ടുള്ള കൽപേഷിന്റെ കൽപേഷിനെ ഏൽപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കൽപേഷ് ഈ സ്വർണ്ണക്കട്ടി ഈ കട്ടികൾ ഈ പറഞ്ഞ ശബരിമലയിൽ ഏൽപ്പിച്ചോ? ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഈ മഹസറിൽ ചെമ്പ് പാളികളാണ്, ചെമ്പ് തകിടുകളാണെന്ന് ഒപ്പിട്ട് വെച്ച ഈ 9 പേരിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചോ? എന്തെങ്കിലും കണക്ക് കൊടുത്തോ? കൊടുത്തില്ലെങ്കിൽ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇത്രയും അളവിലുള്ള സ്വർണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ആ കട്ടികൾ ദേവസ്വത്തെ ഈ പറഞ്ഞ ശബരിമലയിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്ത് വലിയ മഹാ അപരാധമാണത്. എന്നിട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന CPIM പ്രതിനിധിയും പറയാണ് ഞങ്ങളിത് അറിയാത്തതൊരു അപരാധമാണെന്ന് അവർക്ക് തോന്നുന്നേയില്ല. നമ്മുടെ നാട് ചില അറിവില്ലായ്മ, അജ്ഞത, ഒരു നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല ഈ നാട്ടിൽ നമുക്കറിയാലോ. ഒന്നുകൂടി ഞാൻ പറയാണ്, വെറും ഒരു ട്രെയിൻ അപകടത്തിൻ്റെ പേരിൽ റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നാടാണിത്. വെറും ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിൽ, അത്രയൊന്നും വലുതല്ലാത്തൊരു പരാമർശത്തിൻ്റെ പേരിൽ വനം മന്ത്രിസ്ഥാനം രാജിവെച്ച KP വിശ്വനാഥനെ ഓർക്കുക. നിങ്ങൾ ബഹളം ഉണ്ടാക്കി ഒരു സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ KM മാണിയെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നിങ്ങൾ. ഏതായാലും ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയിടത്തോളം ഒന്നും വരില്ലല്ലോ ഈ വിഷയങ്ങൾ. ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിലുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിയമിതമായ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും ശബരിമല എന്ന് ഈ പറയുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ശ്രീകോവിലിനോട് ചേർന്നുള്ള ദ്വാരപാലക ശില്പത്തിലെയും ശ്രീകോവിലിലെ വാതിൽപ്പാളികളിലെയും കട്ടളയിലെയും സ്വർണം അടിച്ചു മാറ്റിയിട്ട് ഒരു വികാരവും തോന്നുന്നില്ലേ? അതിൽ ഞങ്ങൾക്കൊരു കുറ്റബോധമില്ല, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കേവലമായിട്ടുള്ളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, കേവലമായിട്ട് ഇന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞതുപോലെ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. കോടതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കേസെടുത്തിട്ട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ കേസെടുത്ത്, നിങ്ങൾ ഈ കുറ്റവാളികളുടെ നേരെ ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രം തയ്യാറാക്കി അവരെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനെയൊക്കെ ഈ ഭക്തജനങ്ങളും കേരള സമൂഹവും അംഗീകരിച്ചേനെ. ഇത് സംശയം തോന്നിയ ഏതോ ഒരു ഭക്തൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് ദേവസ്വം ബെഞ്ച് അന്വേഷണം നടത്തി ഈ ദേവസ്വം വിജിലൻസിനെ കണ്ട് അന്വേഷിപ്പിച്ച് ഒരു റിപ്പോർട്ട് വാങ്ങി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തി ഇന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനും ആ ടീമിനെ DGPയെ വരെ കക്ഷിയാക്കിക്കൊണ്ട് അന്വേഷണത്തിന് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു കുറ്റം തെളിയിക്കട്ടെ, ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ്. ദേവസ്വം മന്ത്രി പറയുന്നു ഞങ്ങൾ ഹൈക്കോടതിക്കൊപ്പമാണ്. ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞതിനോടാണ് ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ഇതറിയാതെ പോയവരാണ് ഈ ചെമ്പുപാളിയാണെന്ന് ഇനി ഈ തന്ത്രി പറയട്ടെ, മേൽശാന്തി പറയട്ടെ, ബാക്കി 7 ഉദ്യോഗസ്ഥർ പറയട്ടെ. പക്ഷേ ചെമ്പുപാളി അല്ല എന്ന് മിനിമം അറിയാനുള്ളൊരു ബാധ്യത ആ ശബരിമലയെക്കുറിച്ച് അറിയുന്ന 99-ൽ അവിടെ ക്ലാഡ് ചെയ്തത് സ്വർണ്ണപ്പാളികളാണെന്ന് അറിയാത്ത ഒരു ദേവസ്വം പ്രസിഡന്റിന് സത്യം പറയട്ടെ എനിക്ക് സഹതാപം തോന്നുകയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാം അറിയാം അവിടെ എന്താ നടന്നതെന്നുള്ളത്. അതുപോലും അറിയാത്ത ഒരാൾ ദേവസ്വം പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അത് ചെമ്പ് സ്വർണം പൂശിയതാണ്, അല്ല സ്വർണം പൊതിഞ്ഞതാണെന്ന് പോലും അറിയാത്ത ഒരു ദേവസ്വം പ്രസിഡൻ്റാണെങ്കിൽ കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്ര പോലും അറിയാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അത്ര പോലും പരിജ്ഞാനമില്ലാത്ത ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ആ ശബരിമലയുടെ പടി ചവിട്ടാൻ യോഗ്യതയില്ല.
അതിനെ ശ്രീ ന്യായീകരിക്കുന്ന പൊടിപാറ, ദേവസ്വം ഈ മന്ത്രിക്ക് ക്രമക്കേടുകളൊക്കെ അല്ലെങ്കിൽ വരുമ്പോൾ അതിനെ ഭരണപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. UDF കാലത്ത് ഈ അവിടെ ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിലെ അഴിമതി അത് കോടതി വരെ എത്തിയതാണല്ലോ. അപ്പോൾ പാത്രങ്ങൾ വാങ്ങിയതിലെ അഴിമതി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അതും ഒരു ആരോപണമായി ഉന്നയിക്കുക. അതായത് നടാടെ നടക്കുന്ന ഒരു സംഭവമല്ല, അവിടെ അഴിമതിയുണ്ട്, അഴിമതിക്കാർ അതിനകത്തുണ്ട്, ഉദ്യോഗസ്ഥരായിട്ടുണ്ട്. അതിൽ അന്നത്തെ മന്ത്രിയുടെ സഹോദരനെ അടക്കം ഉള്ള കേസായിരുന്നു അത്. ആ കാര്യങ്ങളടക്കമാണ് മറുവാദമായി ഉന്നയിക്കുന്നത്. ഇതിനകത്ത് ഒരു വിശുദ്ധ പശുക്കളുമില്ല. ശബരിമല പോലുള്ള ഒരു പുണ്യ എന്താ പറയുക സങ്കേതത്തിൽ, ഒരു പരിപാവനമായ സങ്കേതത്തിൽ ആ ശബരിമലയെ ഒരു ധനാഗമ മാർഗമായിട്ട് അഴിമതിയുടെ, തട്ടിപ്പിൻ്റെ, കൃത്രിമത്തിൻ്റെ, വഞ്ചനയുടെ ഒരു വേദിയാക്കി ആര് മാറ്റിയാലും, അത് UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആകട്ടെ, ആരായാലും ശരി, അവരെ വെറുതെ വിടാൻ പാടില്ല. അവർ അഴി എണ്ണണം. അവർ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തേ തീരൂ, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അതിൽ UDF LDF എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ധൈര്യമായിട്ട് അതിനകത്ത് ഉത്തരവാദിത്തമുള്ള 1.5 കോടിയുടെ പാത്രം വാങ്ങിച്ചതായിട്ട് പറയുന്നു. അതിന് അന്വേഷിച്ച് ചെന്നപ്പോൾ ആ പാത്രത്തിൻ്റെ പൊടി പോലുമില്ല. അതിന് ഉത്തരവാദി ഏതെങ്കിലും UDF നേതാവിൻ്റെ സഹോദരനാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ബന്ധുവാണെങ്കിൽ, ആരുമാകട്ടെ, എത്ര വലിയ, ഇതിനകത്ത് ഒറ്റ വാചകേ പറയാനുള്ളൂ, ഈ തട്ടിപ്പിൽ വിശുദ്ധ പശുക്കളില്ല, ഹോളി കൗസ് ഇല്ല. UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആകട്ടെ, ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ വേണം. ഇത് ശബരിമലയാണ്, കോടാനുകോടി ഭക്തജനങ്ങളുടെ ഹൃദയ വികാരമാണ്. അവരുടെ ആ പാവന സങ്കേതത്തിൽ കടന്ന് കൈയിട്ട് വാരുന്നവർ, അത് നേരിട്ട് കൈയിട്ട് വാരുന്നവരും കൈയിട്ട് വാരാൻ കൂട്ടുനിൽക്കുന്നവർ, അത് ദേവസ്വം പ്രസിഡന്റ് ആയാലും ശരി, ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും ശരി, ഇത് കണ്ടിട്ടും കാണാതിരുന്ന് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്നുള്ള മട്ടിലിരുന്ന മന്ത്രിയായാലും ശരി, അതിൻ്റെ മീതെയുള്ളവരായാലും ശരി, ഇത് എല്ലാവരും ഇതിനകത്ത് കൂട്ടുത്തരവാദികളാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. അതിനല്ല അവിടെ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിക്കുന്നത്. പാർട്ടി നോമിനിയായിട്ടാണ് അവിടെ ചെന്നതെങ്കിൽ ചില കാര്യങ്ങൾ അറിയാനും ചിലതൊക്കെ മണത്തറിയാനുമുള്ള വൈദഗ്ധ്യം ഇല്ലെങ്കിൽ ആ ആളുകൾക്ക്, നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞ പോലെ, ഗുഡ് ഫോർ നത്തിങ് ആണ്, ഗുഡ് ഫോർ നത്തിങ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ പദവിയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. അങ്ങനെയുള്ളവളെ ആ പദവിയിൽ ഇരുത്തിയ സർക്കാരും ഇതിനകത്ത് തുല്യ ഉത്തരവാദികളാണ്. ശരി, തിരിച്ചെത്താം. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ രണ്ടാമത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞൊരു കാര്യം സ്വർണ്ണപ്പാളി തന്നെയാണ് കൊണ്ടുവന്നത് എന്നാണല്ലോ. ആദ്യം പറഞ്ഞത് ചെമ്പുപാളിയായിരുന്നു, ഞങ്ങൾ പൂശുകയായിരുന്നു. ഇപ്പോൾ പറയുന്നത് സ്വർണ്ണപ്പാളി തന്നെയാണെന്ന്. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയാണ് എന്ന് പറയുമ്പോഴും അവിടേക്ക് എത്തിക്കുന്നത് 39 ദിവസം കഴിഞ്ഞിട്ടാണ്, 40ാമത്തെ ദിവസമാണ്. ഈ 39 ദിവസം ബാംഗ്ലൂരൊക്കെ കറങ്ങിയിട്ടാണ് ഇത് എത്തുന്നത്. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും സ്വർണം ഏതോ കോടീശ്വരന്മാർ വാങ്ങിയിരിക്കാം എന്നുള്ള സംശയം ഇപ്പോഴും നിൽക്കുകയാണോ? ഇത് അവരെയും പറ്റിച്ച് കാണും. അതായത് പറ്റിക്കുന്നവരെ സംബന്ധിച്ച് ഈ ക്ലയൻസിനെയും പറ്റിക്കാമല്ലോ, അയ്യപ്പനെ തന്നെ അല്ല. അതായത് അവരെയും സ്വർണ്ണ അയ്യപ്പന്റെ അവിടെ നിന്ന് ഇളക്കിയ സ്വർണ്ണപ്പാണിയ ഇതിനകത്ത് 1 കിലോ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവർക്കും പൂശിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആദ്യം നിന്ന് സ്വർണ്ണം എടുത്ത് കാണും. അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. അതായിരിക്കും സാധ്യത. കാര്യം കള്ളത്തരം കാണിക്കുന്നവർക്ക് പണമല്ലേ ഇതുള്ളത്. കാര്യം അതായിരിക്കും അതിനകത്ത് അങ്ങനെ വരുന്നത്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പത്മകുമാർ സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതൊരു കുറുവടി മറ്റേ ഈ ചൂരലാന്ന് പറഞ്ഞിട്ട്, സാധാരണ ഒരു ചൂരലാന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം നേരത്തെ നടത്തിയ പ്രതികരണത്തിൽ അല്ല, മോതിരത്തിൽ സ്വർണം ചുറ്റുന്നത് പോലെ അല്ലെ, സ്വർണം ചുറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതെ, ഒരു നിസാര ഒരു വടി അവിടെ വെക്കുന്ന രീതി, അത് ആക്ച്വലി അത് എബണി എന്ന് പറഞ്ഞ മരമാണ്. എബണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിങ്ങാലി എന്ന് പറയും. കരിങ്ങാലി എന്ന് പറയുന്ന അത്യപൂർവമായ ഒരു വൃക്ഷത്തിലുള്ള സംഭവമാണ്. ആ സംഭവം ഈ യോഗിയായിട്ടുള്ളവർ, അയ്യപ്പൻ ആക്ച്വലി ഒരു യോദ്ധാവിൽ നിന്ന് യോഗിയിലോട്ട് അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തിൽ തന്നെ മാറിയ ഒരു വ്യക്തിയാണ്. സാധാരണ 60-70 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആ ഒരു അവസ്ഥയിലോട്ട് എത്തുക. അദ്ദേഹം ആ യോദ്ധാവിന്റെ ആ പൂർണ്ണതയിൽ നിന്ന്, ആ ആയുധാഭ്യാസത്തിന്റെ ഒക്കെ പൂർണ്ണതയിൽ നിന്ന് ആയുധമില്ലാത്തൊരവസ്ഥ, അദ്ദേഹത്തിന്റെ ആയുധമാണ് ആ സംഭവം. നമ്മൾ എങ്ങനെയാണോ വജ്രായുധം, നമ്മുടെ പരമവീര ചക്രയിലൊക്കെ വജ്രായുധം വെച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ പരമവീര ചക്രത്തിൽ കൊടുക്കുന്ന വജ്രായുധത്തിന്റെ പടമാണ്, ഒരു മഹർഷിയുടെ എല്ലാണ്, അസ്ഥിയാണത്. അതുപോലെ ഇതൊരു മൂർച്ചയുള്ള ആയുധമല്ല, ഇതൊരു എല്ലാ പ്രപഞ്ചത്തെ സകല ചരാചരങ്ങളെയും എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇത് സാധാരണ നമ്മൾ മഹർഷിമാരൊക്കെ കാണും, ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കയ്യെ വെക്കുന്ന ഒരു സാധനം കാണും. ഇമാരെതിരെ ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുകയും ചെയ്യും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇടാ പിങ്കള എന്ന് പറഞ്ഞ 2 നാഡികളിലൂടെ ഈ പ്രാണന്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അവർ ചിലപ്പോൾ ഇടത് കൈ വെക്കും, ചിലതും വലത് കൈ വെക്കും. ഇതൊരു വളരെ, അതും അതിന്റെ ആർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമാണ്. ആനക്കൊമ്പൊക്കെയാണ് അതിന്റെ കവറിംഗ് ഒക്കെ, ആനക്കൊമ്പിന്റെ കവറിങ്ങും അങ്ങനത്തെ ഒരു കുഴലൊക്കെ ആണെന്ന് ഞാൻ കേട്ട് കഴിവുള്ള, ഞാൻ കണ്ടിട്ടില്ല.
കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അത്ര അമൂല്യമുള്ള, അതായത് ആന്റിക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ആന്റിക് സാധനം വേറെ കാണത്തില്ല. അതിന് പകരം അത്രയും കനത്തിൽ സ്വർണം കൊണ്ടുവച്ചാൽ പോലും അതിന്റെ ഇക്വലന്റ് ആകത്തില്ല. അതൊരു വളരെ അയ്യപ്പന്റെ ചൈതന്യം മൊത്തം അത് അവിടുന്ന് മാറിയിട്ടുണ്ട്. അയ്യപ്പന്റെ ചൈതന്യത്തിന്റെ ഒരു 3/4 ഭാഗവും പോയിട്ടുണ്ട്. കാര്യം അത്രമാത്രം പൗരാണികമായ ഒരു സാധനമാണ്. അല്ല, പക്ഷെ അത് കൊണ്ടുപോയിട്ടില്ല. അതിന്റെ അറ്റകുറ്റപ്പണി ആ പരട്ടാമ്പടിയുടെ ഭാഗത്ത് അല്ല, അതിന്റെ അറ്റകുറ്റപ്പണി ശബരിമലയ്ക്കകത്ത് തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഞാൻ പറഞ്ഞ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല. എന്റെ ജീവിതത്തിൽ ഈ സാധനം ഞാൻ അവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ കണ്ടോണ്ടെന്നുള്ള അല്ലാണ്ട് ഞാൻ ഇത് എന്റെ കയ്യിൽ കാണുകയോ അല്ലെ കാണുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്കുള്ളത്. ഇപ്പൊ അതൊരു വെറും കമ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിലുള്ള സംശയം അദ്ദേഹം ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സാങ്കേതികത്വം തോന്നുന്നത്. കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ര കൗതുകമുള്ള, അത്ര എന്താ പറഞ്ഞ, അതിനകത്തൊക്കെ പാഷാണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഇത് കുറുവടി എന്നാ പറയാ. അത് ശാസ്താവിന്റെ ഒരു പ്രത്യേക സാധനം. നമ്മൾ ഒറ്റ എന്നൊക്കെ പറയും, കളരിയിൽ ഒറ്റ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു പ്രത്യേക ആയുധത്തിന്റെ ഒരു സ്വഭാവമുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ മൂർച്ചയുള്ളതല്ല. അതിനേക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ അസറ്റ് അത് മാത്രമേ ഉള്ളൂ, വാളോ പരിചയമൊന്നും അല്ലാതെ. അത്രയ്ക്ക് വലുതാണ്. പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കേസ് പറയുന്നത് അവർ ഈ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണത്തിനകത്ത് മൊത്തം തട്ടിപ്പ് ഇപ്പൊ ഈ 397 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെയും ആ ഒരു കണക്ക് അങ്ങനെ എത്തിക്കുന്നുണ്ട്. അതായത് 1 കിലോയില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന്റെ ബാക്കി 397, അതും സംശയാസ്പദമാണ്. അതും പരിശോധിക്കേണ്ടതാണ്. അതിന്റെയൊക്കെ ഈ പറയുന്ന മൊത്തം അവ്യക്തമായ കാര്യമാണ്. ഈ അവ്യക്തതയൊക്കെ മാറേണ്ടതുണ്ട്. എന്തായാലും അയ്യപ്പൻ പൂർണ്ണമായിട്ടും കണ്ണു തുറന്നിരിക്കാൻ തന്നെയാണ്. അപ്പം അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അന്വേഷണ സംഘം അതിന്റെ ഇതിലേക്ക് പോട്ടെ. വരുന്ന നാളുകളിൽ നമുക്കിത് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, പി.കെ. ഗോപൻ, ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ അതിന്മേൽ എന്തായാലും അന്വേഷണം നടത്തുന്നു, SIT അന്വേഷണം നടത്തുന്നു. ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ കാര്യങ്ങളും അതിനനുസരിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്ന് മാറി നിന്ന് ഒരു നിലപാടെടുക്കുമ്പോൾ 2019 മുതൽ 2025 വരെയുള്ള വീഴ്ചകളും ഹൈക്കോടതി പറയുന്നുണ്ട്. 2025 ഇപ്പോൾ പാളി നന്നാക്കാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അത് തിരികെ എത്തിക്കും. 17-ാം തീയതി എത്തിക്കാൻ പോകുന്നു. അപ്പോൾ അതിലെ സ്വർണവും പരിശോധിക്കും. ഈ ഇടയ്ക്കിടയ്ക്ക് വർഷാവർഷങ്ങളിൽ സ്വർണ്ണപ്പാളിയിൽ ഇങ്ങനെ മങ്ങൽ വരുന്നു എന്നുള്ളതിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ? ഈ റിപ്പോർട്ടുകളിലെ പരാമർശങ്ങളൊന്നും ഞങ്ങളെ തൊടുന്നില്ല എന്ന് ഏതർത്ഥത്തിലാണ് പറയുന്നത്? ശ്രീമതി സ്മിതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് 1-2 ചെറിയ പ്രതികരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനെ പ്രതികരിക്കാം. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതി ശ്രീ പത്മനാഭൻ സാറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിബേറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഓഡിയോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അവസാനം കേട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുമെല്ലാം ഈ പ്രശ്നത്തെ നേരത്തെ ശ്രീധരൻപിള്ള സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സുവർണാവസരമായിട്ട് ഉപയോഗപ്പെടുത്തി ക്ഷേത്രഭരണം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് വിശ്വാസികളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വലിയ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്മനാഭൻ സാറിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. 2 തരത്തിലാണ് ജനങ്ങളുടെ പണം. ഒന്ന്, വിശ്വാസികൾ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചിട്ട് അത് സമ്പന്നരായാലും ദരിദ്രരായാലും അവരുടെ ആരാധനാലയങ്ങൾക്ക് സംഭാവന നൽകാറുണ്ട്. അത് വളരെ മൂല്യവത്തായ പണമാണ്. രണ്ടാമത്, നമ്മുടെ രാജ്യത്തെ ജനകോടികൾ മനുഷ്യർ അധ്വാനിച്ച് രാജ്യത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. സകല സ്ഥാപനങ്ങളും നിങ്ങളുടെ ഇഷ്ടതോഴനായിട്ടുള്ള അദാനിക്കും അംബാനിക്കും എഴുതി വിറ്റ് അതിൻ്റെ കമ്മീഷൻ പറ്റി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ അതിസമ്പന്നതയെ ഇല്ലാതാക്കാൻ വേണ്ടി, നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി രാജ്യത്ത് കോടതി വരെ പോയി അഴിമതിക്കെതിരായി പോരാടിയ ഒരു പാർട്ടിയെക്കുറിച്ചാണ് നിങ്ങളിത് പറയുന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, പൊടിപ്പാറ സാറ് ഈ ഒറ്റ രാത്രി കൊണ്ട് ഒടുങ്ങിപ്പോയ നമ്മുടെ ചൂരൽമലയിലെ മനുഷ്യരെ കുറിച്ച് ഓർക്കണം. അവരുടെ സമ്പത്ത് അടിച്ചുകൊണ്ടുപോയ ഒരു പാർട്ടിക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ഊർജ്ജമെല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതുള്ളത് ഓർക്കണം. അങ്ങ് വളരെ വലിയ പൊടി പറത്തി അവസാന പൊടി അടങ്ങിയപ്പോൾ തെളിഞ്ഞു ഞാൻ പറയാം അങ്ങനെ അവരോട് അവരുടെ ഞാൻ അതിലേക്ക് വരികയാ. ഞാൻ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ അതിലേക്ക് വരികയാ. ശിവകുമാറിന്റെ രാജി, KP വിശ്വനാഥൻ രാജിവെച്ചതിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം, കെ മാണി രാജിവെച്ചതിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം തൻ്റെ സഹോദരൻ 1,87,00,000 അഴിമതിയിൽപ്പെട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഈ ശിവകുമാറിന്റെ രാജി കണ്ടില്ല എന്നുള്ളത് പൊടിപ്പാറ സാർ ഓർത്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ശ്രീ മഹേഷ് പണിക്കർ സൂചിപ്പിച്ച ഒരു കാര്യം, അതൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ്.
പത്മകുമാറിൻ്റെ സംസാരം ഞാൻ കേട്ടതാ. അദ്ദേഹം ചൂരൽവടി എന്ന് ഉപയോഗിച്ചൊരു മെറ്റഫറായിട്ടാണ് പറഞ്ഞത്. അതായത് അതിൻ്റെ രൂപം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, മഹേഷ് പറഞ്ഞത് കറക്റ്റാണ്. കരിങ്ങാലി മരത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്, അത് കൊത്തുപണികൾ ചെയ്യുന്നതാണ്, മെറ്റൽ കൊണ്ട് കൊത്തുപണികൾ ചെയ്യുന്നതാണ്. ആ ചിത്രത്തിൻ്റെ രൂപം കാണണമെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ചിത്രത്തിലൊക്കെ യോഗദണ്ഡ് സാറിനെ കാണിക്കുന്നുണ്ട്. അതാണ് അത്. അദ്ദേഹം ചൂരൽവടിയായിട്ട് അതിനെ ഉപമിച്ചത് ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി സ്മൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ കൃത്യമായി ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അവിടെ ശരിയാണ്, പൊടിപ്പാറ സാറ് പറഞ്ഞതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യമുണ്ട്, സ്മൃതി പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെ സമയാസമയങ്ങളിൽ മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കിയോ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായാലും ദേവസ്വം ബോർഡ് മെമ്പർമാരായാലും ഗവൺമെൻറ്റിന് അതിനകത്ത് ഡയറക്റ്റ് റോളില്ല. കാരണം ഗവൺമെൻറ് ദേവസ്വം ബോർഡിനെ അത് പൂർണ്ണമായിട്ടും ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ കൃത്യമായ നയപരമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് ഒരു പരിധിവരെ നയപരമായ കാര്യങ്ങളാണ്. ഇപ്പം നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ സ്ട്രോങ് റൂമിലടക്കം കയറാൻ അവകാശമില്ലാത്തതുപോലെ അവിടുത്തെ മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്ത്രിക്ക് അവകാശമുള്ളതുപോലെ ദേവസ്വം ബോർഡിനും പരിമിതിയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ദേവസ്വം ബോർഡ് തയ്യാറാകേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അങ്ങനെ എന്തെങ്കിലും ബോർഡിനെതിരായിട്ട് വന്നാൽ അതും നിയമത്തിൻ്റെ പരിധിയിൽ വരണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾ ഇടതുപക്ഷ ബോർഡിൽപ്പെട്ട ആരും ഒരു ശതമാനം പോലും തെറ്റ് ചെയ്യാതെ ഇത് അവിടെ സംഭവിച്ചു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അങ്ങനെ UDFൻ്റെ കാലത്ത് നന്നായിട്ട് നടന്നിട്ടുണ്ടാകും. LDFൻ്റെ മെമ്പർമാർക്ക് എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ട്, ഈ പറയുന്ന നോട്ടപ്പെശകോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ശ്രദ്ധിക്കാത്ത കാര്യത്തിലോ, അല്ലാതെ അവരാരെങ്കിലും ഒരു തരി സ്വർണം കൊണ്ടുപോകുന്ന തലയെ കുത്തി നിന്നാൽ പോലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും ആവശ്യമായ നിലപാടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് പ്രവർത്തിച്ചു വരുന്നത് 2019 മുതൽ 2025 വരെയാണ്. 2025 പ്രവർത്തനം കോടതിയിൽ എത്തിയപ്പോഴാണ് കോടതി അതിൽ ഇടപെട്ടതും സംസാരിച്ചതും. അപ്പോൾ 2019 മുതലുള്ള സ്പോൺസർ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം, സ്പോൺസർ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ കീഴ്ശാന്തിയുടെ സഹായിയായി നിൽക്കുമെന്ന കാര്യമല്ല പറഞ്ഞത്. സ്പോൺസറായി എത്തുന്നത് 2019 2019 മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഓരോ ഘട്ടത്തിലും കീഴ്ശാന്തിയുടെ സഹായിക്കല്ലോ പാളി എടുത്തു കൊടുക്കുന്നത്, സ്പോൺസർക്കല്ലേ പാളി എടുത്തു കൊടുക്കുന്നത്, കീഴ്ശാന്തിയുടെ സഹായിക്കല്ലോ പാളി എടുത്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടുപിടിച്ചാൽ കോടതിക്ക് ആവശ്യമുള്ളത് അങ്ങ് മാറ്റി വായിക്കണം. ഡോക്ടർ PK ഗോപൻ അത് കോടതിക്ക് ആവശ്യമുള്ളത് മാറ്റി വായിക്കണം. കാരണം കോടതി 2019 മുതൽ 2025 വരെയുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ വീഴ്ച, സ്വർണം നഷ്ടപ്പെട്ടതിന്റെ കണക്ക് പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെ സഹായം നൽകിയെന്ന് പുറത്തു വരുമ്പോൾ കോടതി ചോദ്യം ചോദിച്ചിട്ടും ലോഹപ്പാളിയാണ് എടുത്തു കൊടുത്തതെന്ന് മുരാരി ബാബുവിന് പറയാൻ കിട്ടുന്ന ധൈര്യമുണ്ടല്ലോ. ഡോക്ടർ PK ഗോപൻ മുരാരി ബാബുവിന് പറയാൻ കിട്ടുന്ന ധൈര്യം എവിടെ നിന്നാണ് എന്നതാണ് പരിശോധിക്കേണ്ടത്. കോടതി പരിശോധിച്ചത് 2019 മുതൽ 2025 വരെയാണ്. കോടതി അതിലാണ് പരാമർശം നടത്തിയിട്ടുള്ളത്. അതിന് മുകളിലേക്ക് പോകട്ടെ, അപ്പോൾ അത് പറയാം. അതിന് മുൻപുള്ള വർഷങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ പറയാം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്തില്ല, അത്ര ആവേശമൊന്നും സ്മൃതി കാണിച്ചില്ലല്ലോ. എന്താണ് ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്ര ആവേശം കാണിക്കുന്നുണ്ട്? നിങ്ങൾ ഇവിടെ വേറെ ചർച്ചയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ വയ്യായിരുന്നല്ലോ. എന്താണ് ഡോക്ടർ PK ഗോപൻ നിങ്ങളിപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ അങ്ങേക്ക് ഇത്ര അസഹിഷ്ണുതയുണ്ടായിട്ട് കാര്യമില്ല. ഡോക്ടർ PK ഗോപൻ നിങ്ങളിപ്പോൾ പ്രതിക്കൂട്ടിലാണ്. നിങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോൾ സർക്കാരിനും ദേവസ്വം ബോർഡിനും ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന ഉത്തരവാദിത്തമാണ്. സ്വർണം നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ഈന്തപ്പഴമൊക്കെ കുറെ ചർച്ച ചെയ്താണ്. ഈന്തപ്പഴമൊക്കെ നമ്മൾ ആവശ്യത്തിന് ചർച്ച ചെയ്താണ്. ഈന്തപ്പഴത്തിനൊന്നുള്ള സമയം ഇനിയില്ല. ഈന്തപ്പഴമൊക്കെ ആവശ്യത്തിന് മാസങ്ങളോളം ചർച്ച ചെയ്താണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശബരിമലയാണല്ലോ, അതിന് മറുപടി പറയുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് നിർവാഹമുള്ളൂ. വളരെ നന്ദി ശ്രീ A. പത്മകുമാർ, ഡോക്ടർ PK ഗോപൻ, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ജോർജ് പൊടിപാറ, മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.